ICC T20 വേൾഡ് കപ്പില് വിന്നേഴ്സിന്റെ പ്രൈസ് എത്രയാണെന്നറിയോ? അതായത് ഇപ്പൊ 2024 T20 വേൾഡ് കപ്പ് ഇന്ത്യയാണ് എടുത്തത്. അപ്പൊ ICC അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇന്ത്യൻ ടീമിന് കൊടുക്കുന്ന വിന്നേഴ്സ് തുക എത്രയാണെന്നറിയോ? 20 കോടി രൂപയാണ്. അതായത് റണ്ണപ്പായ സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുക്കുന്നത് 10 കോടി രൂപയും. പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടിയാണ് അതായത് BCCI അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കൊടുക്കുന്നത്. അതായത് ജയ്ഷ്വ പറഞ്ഞിട്ടുണ്ട് 125 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. അതായത് ഇന്ത്യൻ ടീമിന് 125 കോടി രൂപ കൊടുക്കും. അപ്പൊ മൊത്തം 145 കോടി രൂപ ഈ കളിയിലൂടെ ഇന്ത്യൻ ടീമിന് കിട്ടി ജയിച്ചാൽ. പൈസയുള്ള വിഷയം കളി, അതൊരു വണ്ടർഫുൾ മാച്ചായിരുന്നു. പിന്നെ നമ്മളെ മലയാളത്തിന്റെ മണിമുത്ത് സഞ്ജു വി സാംസൺ. സത്യം പറഞ്ഞാൽ മുത്തിന് ആദ്യത്തെ കളിയിൽ അതായത് ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു കളിയിൽ വാമപ്പ് മാച്ചിൽ കളിക്കാൻ ഒരു ചാൻസ് കിട്ടി, ഒരു റൺ എടുത്തു. രണ്ടാമത്തെ ബോളിൽ LBയിൽ ഔട്ടായി. പറയാൻ പറ്റില്ല LBW ഒക്കെ ആവുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു. എന്നിട്ട് പോലും സഞ്ജുവിന് പിന്നീടുള്ള കളികളിലൊന്നും ചാൻസ് കിട്ടിയില്ല. പിന്നെ ഈ ഒരു വേൾഡ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമാണ്. അതിൽ ചാൻസ് കിട്ടില്ല എന്നൊക്കെ പറയുന്നത് വളരെ റയറായ കാര്യമാണ്. 140 കോടി ജനങ്ങളില് ആകെ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ പോകുന്നത് 15 പേരാണ്. അതിൽ കളിക്കളത്തിൽ ഇറങ്ങുന്നത് 11 പേര്. ഈ 140 കോടി ജനങ്ങളില് ഒരാളാവാൻ സഞ്ജുവിന് കഴിഞ്ഞില്ലേ, അതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ സഞ്ജു ഇനിയിപ്പോ സിംബാബ്വെ ആയിട്ടുള്ള പരമ്പരയിൽ എന്തായാലും സഞ്ജു തന്നെ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. എന്തായാലും സഞ്ജു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും. എന്തായാലും ഇന്ത്യൻ ടീമിൽ സ്ഥിരത നിലനിർത്തും എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം ചെറുക്കൻ ഒരുപാട് നാളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ വേൾഡ് കപ്പിലെ കോംബോ എന്ന് പറയുന്നത് ആ ഒരു ടീം സെലക്ഷൻ അങ്ങനെ ആയിരുന്നു. ശിവൻ ദുബെ ഒരു ബൗളറാണ്, ഓൾറൗണ്ടർ, ബാറ്റിംഗും ചെയ്യും. രവീന്ദ്ര ജഡേജയും ബൗളറാണ്, ബാറ്റിംഗും ചെയ്യും. ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഋഷാന്ത് പന്ത് കീപ്പറായിട്ടുള്ളപ്പോൾ പിന്നെ വീണ്ടും ഒരു കീപ്പറുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം സഞ്ജുവിനെ മാറ്റി നിർത്തിയത്. എന്തായാലും നമ്മുടെ മുത്തിന് അവസരം കിട്ടും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വേൾഡ് കപ്പ് എടുത്തിട്ട് സഞ്ജുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ മുഖത്ത് ഒരു നിരാശ പോലും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് നിന്നിട്ട് പറയാല്ലേ, ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു സന്തോഷമാണ്. എന്താ പറയാ, വല്ലാത്തൊരു മെമ്മറിയാണ്, മറക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്നൊക്കെയാണ് സഞ്ജു പറഞ്ഞത്. അപ്പൊ തന്നെ സഞ്ജുവിന് ചാൻസ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി കൂട്ടുന്നവരോട് പറയാനുള്ളത്, സഞ്ജുവിന് ഇനി ചാൻസ് കിട്ടിക്കോളും. എന്തായാലും സിംബാബ്വെ ആയിട്ടുള്ള പര്യടനത്തിൽ നല്ലൊരു പ്രകടനമൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ടീമിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബൈ.